കളിക്കളത്തിൽ കാൽപന്ത് കൊണ്ട് വിസ്മയം തീർക്കുന്ന ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തെ നമുക്കറിയാം. എന്നാൽ മൈതാനത്തിന് പുറത്ത് സോഷ്യൽ മീഡിയയുടെ ഇരുണ്ട കോണുകളിൽ ഈ താരത്തിനെതിരെ വൻ തോതിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മെസ്സി ഒരു ജൂതനാണെന്നും അതുകൊണ്ട് ചില പ്രത്യേക രാജ്യങ്ങൾക്ക് പിന്തുണയേകുന്നു എന്നുമുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളാണ് ഒരു വശത്ത്. മറുവശത്ത് അർജന്റീന ലോകകപ്പ് നേടിയത് ഫിഫയുടെ ഒത്തുകളിയാണെന്ന അസൂയമൂത്ത ആരോപണങ്ങൾ. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കേവലം വിദ്വേഷം മാത്രം ലക്ഷ്യം വെച്ചുള്ള ഈ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രധാന വ്യാജ വാർത്തകളിൽ ഒന്നാണ് ലയണൽ മെസ്സി രഹസ്യമായി ജൂതമതം പിന്തുടരുന്ന ആളാണെന്നും ഇസ്രായേലിന് കോടിക്കണക്കിന് രൂപ ധനസഹായം നൽകിയെന്നുമാണ്. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച മെസ്സി ഒരു കടുത്ത റോമൻ കത്തോലിക്ക വിശ്വാസിയാണ്. തന്റെ ഗോളുകൾ ദൈവത്തിന് സമർപ്പിക്കുന്ന, ശരീരത്തിൽ യേശുക്രിസ്തുവിന്റെ ടാറ്റു പതിപ്പിച്ച മെസ്സിയുടെ മതവിശ്വാസം ലോകത്തിന് മുന്നിൽ പരസ്യമായ ഒന്നാണ്. യൂണിസെഫിന്റെ ആഗോള ഗുഡ്വിൽ അംബാസിഡറാണ് ലയണൽ മെസ്സി. ഗാസയിലെയും ലോകത്തിന്റെ വിവിധ കോണുകളിലെയും യുദ്ധബാധിതരായ കുട്ടികൾക്കായി അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തുകയും സഹായം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലസ്തീൻ അനുകൂലമായോ ഇസ്രായേൽ അനുകൂലമായോ രാഷ്ട്രീയ പ്രസ്താവനകൾ മെസ്സി ഒരിടത്തും നടത്തിയിട്ടില്ല. രാഷ്ട്രീയ ചേരിതിരിവിനു വേണ്ടി മെസ്സിയുടെ പേര് വലിച്ചഴച്ച ചില താല്പര്യക്കാർ കെട്ടിച്ചമച്ചതാണ് ഈ ജൂതൻ വിളി പ്രയോഗങ്ങൾ. മെസ്സിക്കെതിരെയുള്ള രണ്ടാമത്തെ വലിയ സൈബർ ആക്രമണം ഫിഫ ലോകകപ്പ് മെസ്സിക്ക് വേണ്ടി തിരക്കഥ എഴുതിയതാണ്, അഥവാ ഒത്തുകളിച്ചു എന്നതാണ്. തോൽവി സമ്മതിക്കാൻ മടിയുള്ള ചില എതിരാളികളും സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാരുമാണ് ഇതിന് പിന്നിൽ. കളി തോക്കുമ്പോൾ റഫറിങ്ങിനെ കുറ്റം പറയുന്ന സ്വാഭാവിക നിരാശയെ അർജന്റീനയ്ക്കെതിരെയുള്ള ഗൂഢാലോചനയായി മാറ്റുകയാണ് ഇവർ. സത്യത്തിൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പോരാട്ടങ്ങളിലൂടെയാണ് അർജന്റീന കടന്നുപോയത്. ഫ്രാൻസുമായുള്ള ഫൈനൽ ഷൂട്ടൌട്ട് വരെ നീണ്ട ആ പോരാട്ടത്തെ ഏതെങ്കിലും സ്ക്രിപ്റ്റ് എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സുതാര്യമായ സാങ്കേതിക വിദ്യകളായ വാർ, സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് എന്നിവയുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ലോകകപ്പ് ടൂർണമെന്റ് മുഴുവൻ ഒരാൾക്ക് വേണ്ടി ഒത്തുകളിക്കുക എന്നത് പ്രായോഗികമായി അസാധ്യമാണ്. തോൽവിയുടെ നാണക്കേട് മറയ്ക്കാൻ ചില ടീമുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏറ്റുപിടിക്കുകയാണ് സോഷ്യൽ മീഡിയ ആർമി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ലയണൽ മെസ്സി മാത്രം ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്നത്? ഉത്തരം ലളിതമാണ്. മെസ്സി എന്ന പേരിനുള്ള ആഗോള മാർക്കറ്റ് വാല്യൂ. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന പേരാണ് മെസ്സിയുടേത്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വ്യാജ വാർത്തയോ വിവാദമോ ഉണ്ടാക്കിയാൽ അതിന് ലഭിക്കുന്ന റീച്ചും ക്ലിക്കുകളും കോടിക്കണക്കിനാണ്. കരിയറിന്റെ അവസാന ഘട്ടത്തിലും ലോക ഫുട്ബോളിന്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു താരത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ ബോധപൂർവം ചമയ്ക്കുന്നതാണ് ഈ വ്യാജ കഥകൾ. ഇതിഹാസങ്ങളോട് തോന്നുന്ന അസൂയ അല്ലാതെ മറ്റൊന്നുമല്ല ഇത്. ഒരു കള്ളം 100 വട്ടം ആവർത്തിച്ചാൽ അത് സത്യമാകില്ല. ലയണൽ മെസ്സിക്കെതിരെ നടക്കുന്ന ഈ വ്യാജ പ്രചരണങ്ങൾ ഡിജിറ്റൽ യുഗത്തിലെ ടാർഗറ്റഡ് പ്രൊപ്പഗാൻഡ അഥവാ ലക്ഷ്യം വെച്ചുള്ള അജണ്ടകൾക്ക് മികച്ച ഉദാഹരണമാണ്. കാൽപന്ത് കളിയെയും കായിക മൂല്യങ്ങളെയും സ്നേഹിക്കുന്നവർ ഇത്തരം കള്ളക്കഥകളെ തള്ളിക്കളയുക തന്നെ ചെയ്യും. കാരണം മെസ്സിയുടെ സിംഹാസനം സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങളെ കൊണ്ട് തകർക്കാൻ കഴിയുന്നതിലും എത്രയോ ഉയരത്തിലാണ്.